എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നിരവധി വിദ്യാർത്ഥികൾ കാത്തിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ ഇപ്പോൾ കുറച്ചു നേരങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിശദമായ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകൾ പഠന വകുപ്പുകൾ സെന്ററുകൾ ഒന്നുകൂടെ പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകൾ പഠന വകുപ്പുകൾ സെന്ററുകൾ എന്നിവിടങ്ങളിലെ ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വിദ്യാർത്ഥിനികൾക്ക് ഇപ്പോൾ ഈ സമയം മുതൽ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. ഇതിനായി പ്രിയ വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ വിദ്യാർത്ഥിനികൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻസ് എന്ന ലിങ്കാണ് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിലേക്ക് പോകുമ്പോൾ FIUGP എന്ന ലിങ്കാണ് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് FIUGP 2025-26 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രോഗ്രാമുകളിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഞാൻ വായിക്കാം. കാലിക്കറ്റിൽ ബിരുദ പ്രവേശനം ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂൺ 9 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ജൂൺ 9 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 205 രൂപ. SC/ST വിദ്യാർത്ഥികൾക്ക് 205 രൂപയും മറ്റുള്ളവർക്ക് ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 495 രൂപയുമാണ് ഫീസായിട്ട് വരിക. കാലിക്കറ്റിൽ ബിരുദ പ്രവേശനം ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2025-26 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂൺ 9 വൈകിട്ട് 5 മണി വരെ. ജൂൺ മാസം 9-ാം തീയതി വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപേക്ഷാ ഫീസ് SC/ST വിദ്യാർത്ഥികൾക്ക് 205-ഉം ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്കും SC/ST വിദ്യാർത്ഥികൾക്ക് 205-ഉം ജനറൽ ബാക്കിയുള്ള സംവരണ വിഭാഗങ്ങൾക്ക് 495 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ്. അപ്പോൾ ഇനി ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഗവൺമെന്റ് സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ് ഗവൺമെന്റ് കോളേജുകൾ. അതായത് യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജ്. എന്നാൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഗവൺമെന്റ് ആണ്. അവിടെ ഒരു പ്രൈവറ്റ് ഇതുമായിട്ട് ഒരു കൊളാബില്ല. ഡയറക്റ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് ഗവൺമെന്റ് കോളേജ്. അപ്പോൾ ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾക്ക് പൈസ ഇല്ലാതെ തന്നെ പഠിക്കാം. നിങ്ങൾക്ക് പരീക്ഷാ ഫീസ് പോലുള്ള ചെറിയ ഫീസുകൾ നൽകി നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ പഠിക്കാം. എയ്ഡഡ് കോളേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും അല്ല, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസും അല്ല. എയ്ഡഡ് കോളേജിൽ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റും ഉണ്ട്, മാനേജ്മെന്റ് സീറ്റും ഉണ്ട്. എയ്ഡഡ് കോളേജിൽ നിങ്ങൾ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട. ഗവൺമെന്റ് കോളേജിൽ ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് അല്ല, എയ്ഡഡ് ആണ്. സെൽഫ് ഫിനാൻസ് അല്ല, ഗവൺമെന്റിൽ ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് എയ്ഡഡ് കോളേജിൽ മെറിറ്റിൽ പ്രവേശനം നേടി, അതായത് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെന്റ് വഴി നിങ്ങൾ എയ്ഡഡ് കോളേജിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എയ്ഡഡ് കോളേജിൽ യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെന്റ് വഴി മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഗവൺമെന്റിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും. എന്നാൽ എയ്ഡഡ് കോളേജിൽ എന്തുകൊണ്ട്? എയ്ഡഡ് കോളേജിൽ മെറിറ്റ് സീറ്റ് മാത്രമല്ല, മാനേജ്മെന്റ് സീറ്റും ഉണ്ട്. മാനേജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളുള്ള സീറ്റ് പോലെ. അപ്പോൾ ഈ മാനേജ്മെന്റ് സീറ്റിൽ നിങ്ങൾ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പൈസ 10,000-15,000 ഒക്കെ രൂപ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും. സെൽഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജുകളാണ്. നിങ്ങൾ +2 അതിന് താഴേക്ക് പോകുമ്പോൾ പ്രൈവറ്റ് സ്കൂളുകൾ എന്ന് പറഞ്ഞ പോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ കോളേജുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പഠിക്കേണ്ടതാണ്. എത്ര രൂപ അടയ്ക്കേണ്ടി വരും? നമ്മൾ ആദ്യമേ പറഞ്ഞു SC/ST വിദ്യാർത്ഥികൾക്ക് 205, SC/ST വിദ്യാർത്ഥികൾക്ക് 205-ഉം മറ്റ് സംവരണ വിഭാഗം ജനറൽ പോലെയുള്ള വിഭാഗങ്ങൾക്ക് എത്രയുമാണ്? 495-ഉമാണ്. എന്തായാലും ജൂൺ
9 ജൂൺ മാസം 9 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.